യഥാർത്ഥത്തിൽ ഈ സമാധാന എന്ന് പറയുമ്പോഴും എന്താണ് ഗസയിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അവിടെ വല്ലാതെ ദുരിതത്തിലാണ് ഇപ്പോൾ അവശേഷിക്കുന്നവർ എന്നാണ് ലോകമാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ചും പുറത്തുവരുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ചും മനസ്സിലാക്കേണ്ടത്. യുദ്ധം അവസാനിച്ചിട്ടില്ല, അതൊരു വലിയ നുണയാണ് എന്നൊരു ഗാസ നിവാസി പറയുകയാണ്. ദിവസവും ആക്രമണങ്ങളും ആളുകളെ കുടിയൊഴിപ്പിക്കലും പലായനം ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇസ്മായിൽ കാഷ്കോ എന്ന ഗാസ നിവാസിയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വേദനയോടെ പറഞ്ഞത്. സൈനികർ അടുത്തു വരുമ്പോൾ വെടിയേൽക്കുമോ എന്ന് തൻ്റെ കുടുംബം ഭയപ്പെട്ടിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ഓരോ ദിവസവും പ്രാണഭയത്താലാണ് ആ ഗാസയിൽ അവശേഷിക്കുന്ന ആളുകൾ കഴിയുന്നത്. ഇവർക്കൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടവരാണ് ഇവരിൽ പലരും. വീടുകൾ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു. വലിയ കൂടാരങ്ങൾക്കുള്ളിൽ നിരവധി ഫാമിലികൾ കഴിയുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ കൂടാരങ്ങൾ പോലും തകർക്കുന്ന നീക്കങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പൂർണ്ണമായും ഗാസയിലുള്ള ജനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ചില നിയന്ത്രണങ്ങളും അമേരിക്കയുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും അനുസരിക്കാൻ ഈ മേഖലയിൽ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. സഭയുടെ മാനുഷിക സഹായ വിഭാഗമായ OCHAയുടെ കണക്കനുസരിച്ച് സദൂണിലെ ഏകദേശം 30 കുടുംബങ്ങൾക്ക് കൂടാരങ്ങൾ പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അവർ അടിസ്ഥാന ആവശ്യ സാധനങ്ങൾ എത്തി നൽകേണ്ടി വരികയും മറ്റും ചെയ്യുകയാണ് ഐക്യരാഷ്ട്രസഭ. കാരണം ഈ കൂടാരങ്ങൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും ഇല്ലാതെ കൂടാരങ്ങളിൽ യാതൊരു സുരക്ഷിതവും ഇല്ലാതെ കഴിയുന്നവരുടെ പോലും അവരെ പോലും പുറത്താക്കുക എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ സേന മാറുന്ന ഒരു പശ്ചാത്തലമാണ്. ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇത് വളരെ വ്യക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് ഈ നേരത്തെ കരാർ അനുസരിച്ച് ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇസ്രായേൽ സൈന്യം പുതിയൊരു താവളം നിർമ്മിക്കുകയാണ്. അവിടെ ബുൾഡോസറുകൾ വന്ന് ഭാരമേറിയ യന്ത്രശ്രാമികളും മറ്റും ഉപയോഗിച്ച് ആ ഭാഗത്തുള്ള മറ്റ് കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തുന്ന പശ്ചാത്തലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് സുരക്ഷാ മേഖല, ഭൗതികമായ തടസ്സം, രഹസ്യാന്വേഷണ ശേഷി, സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിൽ IDF സൈനികരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഈ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള നിലപാടുകളും മറ്റും അവർ വ്യക്തമാക്കുന്നത്. ഒരു തവണ അല്ല, പലതവണ പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയാണ് ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പലായനം ചെയ്ത് അവർക്ക് എങ്ങോട്ടും പോകാൻ ഇടമില്ലാത്ത പശ്ചാത്തലമായി വന്നിരിക്കുകയാണ്. ഗാസ മുനമ്പിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ അടയാളപ്പെടുത്താനായി ഇസ്രായേൽ സൈന്യം മഞ്ഞ കോൺക്രീറ്റ് ബ്ലോക്കുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നത് അവർക്കിഷ്ടമുള്ള സ്ഥലത്താണ്. കരാർ അനുസരിച്ചോ അല്ലെങ്കിൽ അമേരിക്കൻ നിർദ്ദേശപ്രകാരമോ ഒന്നുമല്ല. അതായത് വടക്കൻ ഗാസയിലെ അൽ തുഫയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ ഉണർന്നപ്പോൾ കണ്ടത് ഗസയിലെ വടക്ക് തെക്ക് ദിശയിൽ കടന്നു പോകുന്ന പ്രധാന പാതയായ സലാഹ് അൽ ദിൻ റോഡിൻ്റെ മധ്യഭാഗത്ത് പടിഞ്ഞാട്ടേക്ക് മാറ്റി സ്ഥാപിച്ച ബ്ലോക്കുകൾ. അതായത് ഈ സൈന്യം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ബ്ലോക്കുകൾ സ്ഥാപിച്ച് ഗാസയുടെ വലിയൊരു ഭാഗം ഇപ്പോൾ കയ്യേറി കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി പല കുടുംബങ്ങളുടെയും വീടുകൾ അവർ തകർക്കുന്ന പശ്ചാത്തലമുണ്ടായി. അതുമാത്രമല്ല, നിരവധി ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും അവരെ അവിടെ നിന്ന് പലായനം ചെയ്യിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവുകയാണ്. അത്തരത്തിൽ ഒരു ഇടപെടലും മാനുഷികമായി ആ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്നാണ് പല തെളിവുകളും പുറത്തു വരുന്നത്. അപമാനത്തെക്കാൾ നല്ലത് മരണമാണ്, ആരും ഞങ്ങൾക്ക് തുണയില്ല എന്നാണ് ഗസ നിവാസികൾ പറഞ്ഞു വെക്കുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പ്രകാരം ഗസയിൽ ഉടനീളമുള്ള തങ്ങളുടെ സേനയെ മഞ്ഞവര എന്ന് നിശ്ചയിച്ചിട്ടുള്ള അതിർത്തിയിലേക്ക് പിൻവലിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പക്ഷേ ആ മഞ്ഞവരയ്ക്ക് പിന്നിലുള്ള പ്രദേശത്തിൻ്റെ ഏതാണ്ട് ഗാസയുടെ മൊത്തം വിസ്തൃതി 53% വരുന്ന ഭാഗത്തിൻ്റെ താൽക്കാലിക നിയന്ത്രണം ഇസ്രായേൽ നൽകാമെന്നായിരുന്നു കരാർ. പക്ഷേ ഇപ്പോൾ തന്നെ ഏതാണ്ട് 75% സ്ഥലങ്ങൾ ആ മേഖലയിൽ IDFയുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് കൂടി ഇതിൻ്റെ ഭാഗമായാണ്. അത് വല്ലാതെ വ്യാപിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യം അദ്ദേഹം പരസ്യമായി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അങ്ങനെ ഓരോ മേഖലയിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഹമാസിലെ സാധാരണക്കാർക്കുള്ളത്, അല്ലെ ഗസയിലെ സാധാരണക്കാർക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. IDFന്റെ സുരക്ഷാ വിന്യാസങ്ങളും സുരക്ഷാ ലൈനുകളും ഇസ്രായേൽ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും ഹമാസിന്റെ ഭീകര സേനയെ പുനർനിർമ്മിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുമാണ് എന്നാണ് ഇസ്രായേലിന്റെ ഈ വിഷയത്തിലെ ന്യായീകരണം. അത് അങ്ങനെയാണ് പൂർണ്ണമായും ഈ മഞ്ഞരേഖയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്തി ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ അവിടെ കൃത്യമായി തന്നെ തങ്ങളുടെ അധിനിവേശം വീണ്ടും സ്ഥാപിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 42 കിലോമീറ്ററിലധികം
ഭൂവിസ്തൃതിയുടെ 40 കിലോമീറ്റർ അധികം ഇപ്പോൾ തന്നെ കയ്യേറി കഴിഞ്ഞു ഇസ്രായേൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള അധിനിവേശം ഇപ്പോഴും നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, ദീർഘകാലത്തേക്കുള്ള അധിനിവേശത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരികയും മറ്റും ചെയ്യുന്നത്. അങ്ങനെ ആരും ഇടപെടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചു എന്നുള്ളതാണല്ലോ, കരാറുകളിലൊക്കെ ഒപ്പുവെച്ചു എന്നുള്ളതാണല്ലോ. പക്ഷെ അവിടെ ഈ ഇപ്പോഴുള്ള ബാക്കി നിൽക്കുന്ന ഗാസ നിവാസികളുടെ സുരക്ഷത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഉറപ്പും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഗതികേട്. ഐക്യരാഷ്ട്ര സഭയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയതോതിൽ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും സമാധാനത്തിനുള്ള അല്ലെങ്കിൽ അവർക്ക് അതിജീവനത്തിലുള്ള സാധന സാമഗ്രികൾക്ക് നൽകുന്നുണ്ട് എങ്കിലും ഡസൻ കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും മോട്ടോർ സൈക്കിളുകളും കൈവശം കിട്ടിയ സാധന സാമഗ്രികൾക്ക് തിടുക്കത്തിൽ കെട്ടിവെച്ച് വളരെ പെട്ടെന്ന് പ്രദേശം വിട്ടുപോകാൻ ശ്രമിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പോഴും ആ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ വെടിവെപ്പുകൾ, ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. പലതും പുറത്തു വരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വലിയ തോതിലാണ് ഈ പ്രദേശങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇവരെങ്ങോട്ടേക്ക് പോകും എന്നറിയാൻ വയ്യാതെ വല്ലാതെ ഉഴലുന്ന സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള നിരവധി ജനങ്ങളെ ഈ മേഖലയിൽ കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഗതികേട്. അമേരിക്ക ഇടപെട്ടാലും സമാധാന ശ്രമങ്ങളുമായൊക്കെ മുന്നോട്ട് പോയാൽ പോലും ഒരു തരത്തിലും ഇവിടെയുള്ളവർക്ക് സുരക്ഷിതത്വമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, സൈനിക താവളങ്ങളും ഔട്ട് പോസ്റ്റുകളും കൂടുതലായി നിർമ്മിക്കപ്പെടുന്നു. ഇതെല്ലാം ഇസ്രായേൽ സേനയുടെ അധിനിവേശം ചൂണ്ടിക്കാണിക്കുന്നതാണ്. ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒരു ഭരണകൂടം അവിടെ കൃത്യമായി ഇല്ലാത്തതുകൂടി ഈ ജനതയുടെ ദുരിതത്തിന് വലിയ കാരണമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.